വലത്തോട്ട് നീങ്ങി നിൽക്കടാ. രാജമാണിക്യം സിനിമയിലെ മമ്മൂട്ടിക്ക് ഒരു കണ്ണിന് കാഴ്ചയില്ല. മമ്മൂട്ടിക്ക് ശരിക്കും ജീവിതത്തിൽ തന്നെ ഒരു കണ്ണിന് എന്തോ തകരാറുണ്ടോ എന്ന് എനിക്ക് ചിലപ്പോൾ സംശയം തോന്നിയിട്ടുണ്ട്. ചില ഷോട്ടുകളിലൊക്കെ ഒരു കണ്ണിന് ചെറിയൊരു ഡീവിയേഷൻ ഫീൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ സംശയം മാത്രമാണ്. എങ്കിലും സംശയമില്ലാത്തൊരു സംഗതി പറയാം. ബാഹുബലിയിലെ വില്ലനില്ലേ, അദ്ദേഹത്തിന് ഒരു കണ്ണിന് മാത്രമേ കാഴ്ചയുള്ളൂ. അല്ല, ഇതൊക്കെ ഇപ്പൊ ഇവിടെ പറയണമെന്നല്ലേ. ഞാൻ ആംബ്ലിയോപ്പിനെ കുറിച്ചിട്ട് അഥവാ മടിയങ്ങണിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തപ്പോൾ പല ആളുകൾ എന്നോട് മെസ്സേജ് അയച്ചു ചോദിച്ചു, അല്ല സാറേ ഈ രണ്ട് കണ്ണിനും കാഴ്ച ഉണ്ടാവണമെന്ന് നിർബന്ധമുണ്ടോ, ഒരു കണ്ണിന് മാത്രം കാഴ്ച ഉണ്ടായാൽ പോരെ? അതായത് നമ്മളെ കിഡ്നിയൊക്കെ രണ്ടെണ്ണം ഉണ്ടല്ലോ, ഒന്ന് പോരെ, ആ സ്റ്റൈലിലാണ് ചോദിച്ചത്. പൊതുവെ ആംബ്ലിയോപ്പിയുള്ള ഒട്ടുമിക്ക ആളുകളും പിന്നെ അവർക്ക് ആംബ്ലിയോപ്പി ഉണ്ടെന്ന് തിരിച്ചറിയപ്പെടുന്നത് വരെ അവരെല്ലാവരും ധരിച്ചിരുന്നത് എല്ലാ മനുഷ്യന്മാരും എൻ്റെ പോലെ ഒരു കണ്ണിന് മാത്രമേ കാഴ്ച ഉണ്ടാവുള്ളൂ, മറ്റേ കണ്ണ് ചുമ്മാ ഭംഗിക്ക് വെച്ചതാണ് എന്നായിരുന്നു. ശരിക്കും നമുക്ക് രണ്ട് കണ്ണിന്റെ ആവശ്യമുണ്ടോ? നിങ്ങളൊന്ന് ആലോചിക്കുക. എന്നാൽ അതിന്റെ ഉത്തരം ആവശ്യമുണ്ടെന്നുള്ളത് തന്നെയാണ്. ഒറ്റ കണ്ണിന്റെ കാഴ്ച മാത്രം പോരാ. കാരണം എന്ന് വെച്ചാൽ ഒരു കണ്ണിന് മാത്രമേ കാഴ്ചയുള്ളൂ, മറ്റേ കണ്ണിന് കാഴ്ച ഇല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ആ സൈഡിലെ ഫീൽഡ് ഓഫ് വിഷൻ നമുക്ക് കിട്ടില്ല. ഉദാഹരണം ഇപ്പോൾ ഇടത്തെ കണ്ണ് കേടാണെന്നുണ്ടെങ്കിൽ ഇടത്തെ സൈഡിലോട്ട് ഒരാൾ ഒന്ന് അവരെ കാണാൻ കഴിയില്ല, അവരുടെ വലത്തോട്ട് മാറി നിൽക്കട എന്ന് പറയേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ ഇടത്തോട്ട് നോക്കേണ്ടി വരും. ഇതാണ് ഒരു നെഗറ്റീവ്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നെഗറ്റീവ് എന്ന് വെച്ചാൽ രണ്ട് കണ്ണിനും കാഴ്ചയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു കണ്ണിന് മാത്രമേ കാഴ്ചയുള്ളൂ, അവർക്ക് ബൈനോക്കുലർ സിംഗിൾ വിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട്. അത് കിട്ടില്ല. ബൈനോക്കുലർ സിംഗിൾ വിഷൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് കണ്ണിലൂടെ ഒരു വസ്തു നമ്മൾ കാണുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ ഈ മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ വലത്തെ കണ്ണിലും ഇടത്തെ കണ്ണിലും മൊബൈലിന്റെ ദൃശ്യമുണ്ട്, പക്ഷെ നിങ്ങൾ ഒറ്റ ഒന്നായിട്ടേ കാണുന്നുള്ളൂ. അതിനാണ് ബൈനോക്കുലർ സിംഗിൾ വിഷൻ എന്ന് പറയുക. അതിന് പ്രധാനമായിട്ട് 3 ഗ്രേഡ്സ് ആണുള്ളത്. ഒന്ന് സൈമിൾട്ടേനിയസ് പെർസെപ്ഷൻ എന്ന് പറയും, എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണിന് രണ്ട് ഇമേജ്, ബ്രെയിന് രണ്ട് ഇമേജും കാണാനുള്ള കഴിവ്. പിന്നെ ഫ്യൂഷൻ ആണ്. ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഇമേജ് കാണുന്നുണ്ടെങ്കിലും അതിന് യാതൊരു കോട്ടവും വരാതെ രണ്ട് ഇമേജിനും കൂടി ഒരു ഇമേജ് ആക്കിയിട്ടാണ് നമ്മളെ ബ്രെയിനിലോട്ട് എടുക്കുന്നത്. അതാണ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. പിന്നുള്ളത് സ്റ്റീരിയോപ്സിസ് എന്ന് പറയും. സ്റ്റീരിയോപ്സിസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പരിപാടികളൊക്കെ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് കൃത്യമായിട്ട് ആകെയും അകലും അതെല്ലാം കറക്റ്റായിട്ട് കിട്ടും. അപ്പൊ നമ്മൾ ഒറ്റക്കണ്ണുള്ള ആളുകൾക്കൊക്കെ ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ കോൺഫിഡൻസ് ഇല്ലാത്തതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ അകലവും കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് ഗേജ് ചെയ്യാൻ കഴിയില്ല. അതിന് ഈ രണ്ട് കണ്ണിന്റെയും കാഴ്ച വേണം. അത് എങ്ങനെയാണെന്ന് തെളിയിക്കാൻ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എക്സസൈസ് ചെയ്യാം. നിങ്ങൾ നമ്മളെ വാട്ടർ ബോട്ടിലില്ലേ സാധാരണ, അതിന്റെ മൂടി ഊരിയിട്ട് അതിന്റെ അടപ്പ് കമഴ്ത്തി വെച്ചതിന് ശേഷം കുറച്ച് വിട്ട് വെക്കുക, ശേഷം താഴെ ഒരു ടീപ്പോയിലോ മറ്റോ വെക്കുക. എന്നിട്ട് കുറച്ച് ബാക്കിൽ നിന്നതിന് ശേഷം ഒരു കണ്ണ് പൊത്തി പിടിച്ചുകൊണ്ട് പതുക്കെ മുന്നോട്ട് നടന്നിട്ട് അതിന്റെ മൂടി ഒന്ന് തട്ടിത്തെറിപ്പിക്കാൻ ശ്രമിച്ചു നോക്കുന്നുണ്ട്. ഇതൊക്കെ വളരെ സിമ്പിൾ ആണെന്ന് തോന്നാമെങ്കിലും നിങ്ങൾ ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് അത് തട്ടിത്തെറിപ്പിക്കാൻ കഴിയില്ല, നിങ്ങൾ ചമ്മിപ്പോവും. കാരണം നമുക്ക് കൃത്യമായിട്ടുള്ള അകലം ഗേജ് ചെയ്യാൻ പറ്റാത്തതിനെ കൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സംശയവും ഇല്ല, രണ്ട് കണ്ണിനും കാഴ്ച വേണം, എന്നാൽ മാത്രമേ നമുക്കത് കാഴ്ച ശരിക്കും ആസ്വദിക്കാൻ പറ്റും. എങ്കിലും ചില ആളുകൾക്കെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് പാമ്പിളിയൊക്കെ വന്ന ആളുകൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഒരു കണ്ണിന് മാത്രമേ കാഴ്ച ഉണ്ടാവുള്ളൂ. അത്തരം ആളുകളോട് പറയാനുള്ളത് വെച്ചാൽ നിങ്ങൾ അതിൽ സങ്കടപ്പെടേണ്ടതില്ല. കാരണം അറ്റ്ലീസ്റ്റ് ഒരു കണ്ണിനെങ്കിലും കാഴ്ച ഉണ്ടല്ലോ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നമുക്ക് കണ്ണിന് രണ്ട് കണ്ണിനും കാഴ്ച ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ കാഴ്ച പൂർണ്ണമായിട്ട് നശിച്ചു കഴിഞ്ഞാൽ ഒരു 80% അറിവ് നമുക്ക് ലോകത്ത് നിന്ന് കിട്ടാനുള്ള സകല ചാൻസുകളും അവിടെ നഷ്ടപ്പെടാണ്. അതിന്റെ ഒരു വാതിലുകൾ കൊട്ടി അടയ്ക്കുകയാണ്. അതിൽ പരം ഒരു നിർഭാഗ്യവാനായ മനുഷ്യൻ വേറില്ല എന്ന് പറയാം. അപ്പൊ അത് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു കണ്ണെങ്കിലും ഉണ്ടല്ലോ, അത് തന്നെ വലിയ അനുഗ്രഹമാണെന്ന് സമാധാനിക്കാം. ഏതായാലും ഒരു കണ്ണിന് കാഴ്ചയുള്ളവരാണെങ്കിൽ ശരി, രണ്ട് കണ്ണിന് കാഴ്ചയുള്ളവരാണെങ്കിൽ ശരി, എനിക്ക് നിങ്ങളോട് കൊന്നു മാത്രമേ പറയാനുള്ളൂ. നമ്മുടെ കാഴ്ച എന്ന് പറയുന്നത് വളരെ അമൂല്യമാണ്. അത് നഷ്ടപ്പെട്ടാൽ മാത്രമേ അതിന്റെ വില അറിയുള്ളൂ. അതുകൊണ്ട് തന്നെ കണ്ണിന്റെ കാഴ്ചനെ കോംപ്രമൈസ് ചെയ്യുന്ന യാതൊരു സംഗതിയും ചെയ്യാതിരിക്കുക എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.